ഈ നിയോജകമണ്ഡലത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ച കേരളം കണ്ട ഏറ്റവും വലിയ ദീർഘവീക്ഷണമുള്ള വികസനം സ്വപ്നം കാണുന്ന സമഗ്ര വികസനത്തിന് വേണ്ടി തൻ്റെ ജീവിതകാലം മുഴുവൻ ഒഴിഞ്ഞു വെച്ച ഒരു നേതാവിൻ്റെ കാലടികൾ പിന്തുടരുമ്പോൾ തീർച്ചയായിട്ടും മുന്നോട്ടുള്ള നാളുകളിൽ തൊടുപുഴയിൽ നിന്ന് നിലവിലുള്ള അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ അത് ഈ നാട്ടിലെ ചെറുപ്പക്കാരെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തുന്ന രീതിയിലുള്ള തൊഴിൽ ഉൽപ്പാദക മേഖലകളായിട്ട് മാറ്റുക എന്നുള്ള കാര്യമായിരിക്കും. ജനക്ഷേമപരമായ കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് ജനങ്ങളെയും ജനപ്രതിനിധികളെയും ഉൾപ്പെടുത്തിയുള്ള ഒരു തൊടുപുഴയുടെയും ഓരോ മേഖല തിരിച്ചുള്ള മാസ്റ്റർ പ്ലാനുകൾ 1980കളിൽ അപ്പച്ചൻ കൊണ്ടുവന്ന ഒരു മാസ്റ്റർ പ്ലാൻ പ്രകാരമാണ് തൊടുപുഴ വികസിച്ചതെങ്കിൽ ഇനി ഒരു 2050 ഒരു ടാർഗറ്റ് ഇട്ട് തൊടുപുഴയെ ഒരു നവ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും ആവിഷ്കാരം ചെയ്യുക. ഉത്തരവാദിത്വത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഷെഡ്യൂൾ അനുസരിച്ച് പോകും. നല്ല ഭൂരിപക്ഷം കിട്ടി ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.